പോരാട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വയറ്റിൽ ഭക്ഷണമൊക്കെ കിടക്കുന്നത് ഉറക്കം വരാനൊക്കെ ഇടയുണ്ട്, പോരാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ജയിക്കാൻ പഠിക്കണം. കണ്ണുകളെയൊക്കെ തൂക്കം വരും, 1 കിലോ 2 കിലോ ഒക്കെ ഇട്ട് തൂങ്ങി കണ്ണൊക്കെ അടയാൻ ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ എന്നെക്കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിക്കരുത്. കർത്താവ് നിങ്ങൾ സഹായിക്കും. ഒരു നിമിഷത്തിലേക്ക് കണ്ണടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തുരുമ്പിലേക്ക് കടന്നു വരികയാണ്. അവിടുത്തെ മഹത്വം വീണ്ടും കാണുവാൻ, അവിടുത്തെ വചനത്തിലെ അത്ഭുതങ്ങളെ ഞങ്ങൾ കാണുവാൻ, ഞങ്ങളെ വിശുദ്ധന്മാരാക്കി പണിതെടുക്കേണ്ടതിന്, സ്വർഗീയന്മാരാക്കി സ്വർഗീയ തുല്യന്മാരാക്കി യേശുവിനെ പോലെ ഞങ്ങളാക്കി മാറ്റേണ്ടതിന്, കർത്താവ് സഹോദരന്മാരോട് കർത്താവ് സ്നേഹിച്ച അതേ സ്നേഹം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടതിന്, കർത്താവ് ഞങ്ങൾ കേട്ടതുപോലെയൊക്കെ സഹോദരന്മാരിൽ നിന്നുള്ള വേർപാട് പലപ്പോഴും ഞങ്ങളെ അശുദ്ധാത്മാക്കൾക്ക് വസിക്കുവാനുള്ളൊരു വാസസ്ഥലമായി മാറുവാനൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും ഇടയായിട്ടുണ്ട്. അത് നല്ലൊരു മോചനം നേടുവാൻ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങൾക്ക് മോചനം തരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ വീണ്ടും സംസാരിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളോട് നീ കർത്താവ് ഇടപെടണം, ഞങ്ങൾക്ക് സൗഖ്യം നൽകണം. ഇന്നിവിടെ കടന്നു പോകുമ്പോൾ കർത്താവ് ജയാളികളായി കടന്നു പോകുവാൻ, കർത്താവ് ഞങ്ങളുടെ അവിടുത്തെ ആത്മാവിനാൽ ജയമെടുത്തുകൊണ്ട് കർത്താവ് ഇനി എല്ലാവരെയും സ്നേഹിക്കുന്നൊരു മനോഭാവത്തോടെ കടന്നു പോകുവാൻ, ഞങ്ങൾ മരണത്തിനുളവാകുന്ന പാപത്തിനൊക്കെ വിട്ടുമാറി ജീവങ്കിലേക്ക് വളരുന്ന വചനത്തിൽ പ്രത്യാശ വെക്കുവാൻ സ്വയം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു, ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. നാം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവത്തിൽ നിന്നുള്ള വേർപാട് കഴിഞ്ഞ് നമ്മളിപ്പോൾ സഹോദരന്മാരിൽ നിന്നുള്ള വേർപാടാണ്. അത് നിമിത്തം നമുക്ക് സംഭവിക്കുന്നത് ആത്മീയ ബലഹീനത സംഭവിക്കും. നമ്മൾ രോഗിയായിത്തീരും, ബന്ധിക്കപ്പെടും, രോഗിയായിത്തീരും. പ്രീമച്വർ ഡെത്ത്, മുന്നേയുള്ള മരണം സംഭവിക്കാൻ നമുക്കിടയുണ്ട്. നമ്മളതൊക്കെ കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ മരണത്തിനുള്ള പാപമുണ്ട്, അല്ലേ? മരണത്തിലുള്ള പാപമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. യോഹന്നാന്റെ സുവിശേഷ ഭാഗം രക്ഷിക്കപ്പെടാനിരിക്കുന്നവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ ലേഖനം രക്ഷിക്കപ്പെട്ടവർക്ക് എഴുതിയിരിക്കുന്നു. ആ പെട്ടവരോട് പറയുന്ന വചനമാണ് ഈ പറഞ്ഞ വാക്യങ്ങൾ, അല്ലേ? അതിൽ യോഹന്നാൻ 5:16-17 വാക്യങ്ങൾ. മരണത്തിനുള്ള പാപമുണ്ട്. മരണത്തിലല്ലാത്ത പാപം ചെയ്യുന്ന സഹോദരനെ കണ്ടാൽ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് നല്ല കാര്യമാണ്. പക്ഷേ മരണത്തിനുള്ള പാപത്തെ കണ്ടിട്ട് നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്പം ബുദ്ധിമുട്ട്. തലേ കൈവെക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാം, പക്ഷെ തലേ കൈവെക്കാനൊന്നും നമുക്ക് അനുവാദമില്ല. എന്താണ് മരണത്തിനുള്ള പാപം? ആമേൻ. അല്ലേ? അതിലെ ഓർമ്മയുണ്ടോ നിൽക്കല്ലേ? അത് പൊതുവെ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന ദൂഷണമാണ് പാവമെന്ന് അനേക വിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നത്. അത് തെറ്റാണത്, അതങ്ങനെയല്ല. പരിശുദ്ധാത്മാവിനോട് നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകുമെന്ന് വേദോസം പഠിപ്പിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ മരണത്തിനുള്ള പാപമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ആ പാപമെന്ന് അനേക വിശ്വാസികളും അനേക ദൈവദാസന്മാരും പഠിപ്പിക്കുന്നതും ഇതുകൊണ്ട് ഇത് തന്നെയാണ്. പക്ഷേ അത് തെറ്റ് എന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമല്ല അത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വളരെ ആഴമായ വിഷയമാണ്. യോഹന്നാൻ ലേഖനം പഠിച്ചാൽ മുഴുവനും, അല്ലേ? അവിടെ നേരത്തെ ഉപമ പഠിച്ചു. 10,000 താലന്ത് ക്ഷമിച്ച് നൽകി 100 താലന്തുകാരനെ 100 വെള്ളിക്കാശുകാരനെ ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ട് വീണ്ടും അവൻ്റെ മേൽ ശിക്ഷ കെറ്റിവെച്ച് നരകത്തിലേക്ക് അല്ലെങ്കിൽ ശിക്ഷിക്കാൻ വിധിക്കപ്പെട്ട കർത്താവിൻ്റെ വചനം നമുക്ക് കണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ എന്താണ് ലേഖനമെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, അല്ലേ? 5 അധ്യായമുണ്ട് ലേഖനത്തിൽ, അല്ലേ? യോഹന്നാന്റെ ലേഖനത്തിൽ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിനും ഇതുപോലത്തെ വാക്കുകൾ നമ്മൾ വായിച്ചിട്ടാണ് നമ്മൾ നിർത്തി കാണുന്നത്, അല്ലേ? ഈ വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതിനകത്ത് എന്താണ് കിടക്കുന്നത്, ആ ലേഖനം മുഴുവൻ എന്താണ്, എന്നിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത് മരണത്തിനുള്ള പാപം, മരണം, അല്ലേ? വിശ്വാസിക്ക് മരിക്കാം, നരകത്തിൽ പോകാമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറയുകയൊന്നുമല്ല എന്നാണ് വ്യക്തമായി രാവിലെ ചിന്തിച്ചായിരുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ രാവിലെ കണ്ടു. താഴെയും മുകളിലും ഓരോ വാക്യം പറഞ്ഞിട്ടാണ് നടുക്ക് എന്താണ് മുഴുവനും, അല്ലേ? നിങ്ങൾ അവരുടെ പ്രത്യക്ഷതയിൽ നമ്മൾക്ക് ധൈര്യമില്ലാതെ പോകാതിരിക്കുവാൻ താഴെ വരുമ്പോൾ നമുക്ക് ന്യായവിധിയുണ്ട്. അതിനാൽ ഈ സ്നേഹം നമ്മിൽ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവസ്നേഹമാണ് നമ്മെ പ്രാപ്തനാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനിടയിൽ വരുന്ന മുഴുവാക്യങ്ങളെല്ലാം കർത്താവ് നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. ലേഖനം മുഴുവനും പറയുന്ന വാക്ക് അന്യോന്യം സ്നേഹിപ്പാൻ. എന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ വാക്യങ്ങളും നമ്മൾ ചിന്തിച്ച് തുടങ്ങി വെച്ചത്. എന്താണ് വാക്യങ്ങൾ? 1-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞത്? നാം ബോഷ്ക്ക് പറയുന്നതുകൊണ്ട് സത്യം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അവിടെ രക്ഷിക്കപ്പെട്ടവനോട് പറയുക, നിങ്ങൾ കൂട്ടായ്മയ്ക്കൊക്കെ ചെയ്ത് തന്നെയാണ്, പക്ഷേ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നീ ബോഷ്ക്ക് പറയുന്നു. നീ കൂട്ടായ്മ വരുന്നുണ്ട്, അല്ലേ? ഒക്കെ ശരി തന്നെയാണ്, പക്ഷേ നിന്നിൽ എന്തില്ല, നീ ഇരുട്ടിൽ നടക്കുകയാണ്.
അതുകൊണ്ട് നീ രക്ഷിക്കപ്പെട്ടു, ഞാൻ ഊലേഫുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ബോഷ്ക്ക് പറയുന്നു, സത്യം നിന്നിലില്ല. 2, സത്യം നമ്മിൽ ഇല്ലാതെയായി. വാക്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എല്ലാവരും ബൈബിൾ വരച്ചിടുക. 3, അവനെ അസത്യവാദിയാക്കുന്നു, അവനിൽ വചനം ഇല്ലാതെയായിരിക്കുന്നു. വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു, യേശു കർത്താവ് ഇല്ലാതെയായിരിക്കുന്നു. അപ്പോൾ ഈ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക, നമ്മൾ ഈ കൂട്ടായ്മ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതാ മെയിൻ? എന്താ ലേഖനം മുഴുവൻ പഠിപ്പിച്ച ഒറ്റ കാര്യം, സ്നേഹം, തമ്മിൽ അന്യോന്യം സ്നേഹിക്കുക. അതില്ലെങ്കിൽ നമ്മൾ ബോഷ്ക്ക് പറയുന്നു, സത്യം നമ്മളിലില്ല, സത്യം നമ്മളില്ലാതെയായിരിക്കുന്നു, നാം അസത്യവാദിയായിരിക്കുന്നു, അവൻ്റെ വചനം നമ്മളിലില്ല. എന്നിട്ട് വാക്യം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3, 4, 7, 8, 9, 11 വാക്യം പഠിക്കുമ്പോൾ നീ കള്ളനാകുന്നു. രക്ഷിക്കപ്പെട്ടവനോടാണ് പറയുന്നത് അല്ലേ? നമുക്ക് രക്ഷിക്കപ്പെട്ടവരോട്, ഞാൻ പണ്ട് സേലത്ത്, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. സേലത്ത് ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടുത്തെ ദൈവദാസൻ ഞങ്ങൾ വിളിച്ചിട്ട് പോയതാണ്. ഞങ്ങൾ 3 ദിവസത്തെ ക്ലാസ്സിന് പോയതാണ്. അപ്പോൾ ഞാനെല്ലാവരും പൊതുവെ ബ്രദർ എന്നാണ് വിളിക്കുന്നത്. ഞാൻ പോയി ആ പുള്ളിക്കാരൻ ബ്രദറെന്ന് വിളിച്ച്, നോ ഞാൻ പാസ്റ്ററാന്ന് പറഞ്ഞ്. അയ്യോ, അന്ന് പോലെ ഞാൻ പാസ്റ്റർമാരെ പാസ്റ്റർ തന്നെ വിളിക്കാറുണ്ട്, എനിക്ക് ഒരു ചീത്തപ്പേരുണ്ടാവുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതുപോലെ കള്ളനാകുമെന്ന് പറയുന്നത് കർത്താവ് നമ്മെ വിളിക്കുന്ന പേരാ, കള്ളൻ അല്ലേ? അവനിൽ സത്യമില്ല. പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. അപ്പോൾ ഇതെല്ലാം മറന്നു പോകുകയാണ് നമ്മൾ. പഴയ കൽപ്പന എന്താ? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ആ അന്യോന്യം സ്നേഹിക്കാത്തവൻ എന്ത് ചെയ്യുന്നു? ഇന്നയോളം, പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇന്നയോളം ഇരുട്ടിലിരിക്കുകയാണ്. 2, സഹോദരനെ പകക്കുന്നവനോ, പോടാ, നീ കൊള്ളത്തില്ല അല്ലേ, പകക്കുന്നവനോ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഇന്ന് സമയം ഉണ്ടാകത്തില്ല, മറ്റു അടുത്ത സമയം എടുക്കാം. 3 കോടതിയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പിന്നീട്. അപ്പോൾ ഇന്നയോളം ഇരുട്ടിലിരിക്കുക മാത്രമല്ല, ഇരുട്ടിൽ നടക്കുന്നു, അവൻ്റെ കണ്ണ് കുരുടായിരിക്കുന്നു. കാരണം എവിടേക്ക് പോകുന്നു അറിയില്ല അവനല്ലേ, എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. നിത്യത നഷ്ടമായി, പ്രത്യാശ പോയി, വിശ്വാസം പോയി. എന്തുകൊണ്ടാ? ഒറ്റ റീസണേ ഉള്ളൂ, അന്യോന്യം സ്നേഹമില്ല. സഹോദരന്മാർ തമ്മിലുള്ള പഠിച്ച ഓർമ്മയുണ്ടല്ലേ? താഴെ പറയുന്നു, അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ഓരോന്നേറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. 1, അവൻ ബോഷ്ക്ക് പറയുന്നു, താഴേക്ക് പറയാം, അവനിൽ സത്യമില്ല, സത്യം അവനിലില്ല, അവൻ അസത്യവാദിയമാണ്, വചനമില്ല, കള്ളനാകുന്നു, സത്യം അവനില്ല. പഴയ കൽപ്പന അവൻ കേട്ടിട്ടെങ്കിലും അവനത് അനുസരിക്കുന്നില്ല. അവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. അതുമാത്രമല്ല, ഇരുട്ടിൽ നടക്കുകയും ഇന്നും ജീവിക്കുന്നത് ഇരുട്ടിലാണ്. സത്യത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മക്കളുടെ ഇടയിൽ ഇരുട്ട് കയറി നടന്ന് ഭിന്നത ഉണ്ടാക്കുന്നു. ഓക്കെ, അവൻ്റെ കണ്ണുകുരുടായിപ്പോയി, അവൻ എവിടേക്ക് പോകുന്നു അവനറിയില്ല, പ്രത്യാശ പോയി, വിശ്വാസം പോയി. അവനിൽ പിതാവിൻ്റെ സ്നേഹവുമില്ല. വാക്യങ്ങളൊക്കെയാണ് ഒട്ടനവധി വാക്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് ഈ ഒറ്റ കാര്യമാണ്. എന്തിലേക്കാ? ഞാനത് പറഞ്ഞ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. 3-ാം അധ്യായം പഠിക്കുമ്പോൾ 8, 10, 13, 14, 15 വാക്യം പഠിക്കുമ്പോൾ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. ഏതാ പാപം ഇവിടുത്തെ? സഹോദരനെ ദ്വേഷിക്കുന്നു, പകക്കുന്നു, തമ്മിൽ അന്യോന്യ സ്നേഹമില്ല. അടുത്തത് പിശാചിൻ്റെ മകനാകുന്നു അല്ലേ? നമ്മൾ പറയാലോ, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മകൻ എന്ന് പറയും. പക്ഷേ വചനം എന്താ പറയുന്നത്? ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവൻ പിശാചിൻ്റെ മകനാകുന്നു. അവൻ പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നീതി പ്രവർത്തിക്കാത്തവൻ അല്ലേ? 2, ആരും സഹോദരനെ സ്നേഹിക്കാത്തവൻ ആരും ദൈവത്തിൽ നിന്നല്ല. അടുത്തത് 14-ാം വാക്യം, ആരാണ് മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നത്? സഹോദരനെ സ്നേഹിക്കുന്നവൻ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. രക്ഷിക്കപ്പെട്ടവനാ, ഇന്നും അവൻ എങ്ങോട്ടാണ് പോകുന്നത്? നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരനെ പകക്കുന്നവനെല്ലാം ആരാകുന്നു? കുലപാതകൻ. നമ്മളാരും പറയും നമ്മൾ ആരെയും കൊല്ലുന്നില്ല എന്ന് പറയും. പക്ഷേ വചനം പറയുന്നു കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനിൽ എന്തില്ല? നിത്യജീവനില്ല. എത്ര വാക്യങ്ങളാണ് പറയുന്നത്? 5-ാം അധ്യായം. അവൻ ലൗകികനാകുന്നു, ലൗകികമായി സംസാരിക്കുന്നു. ആ വാക്യങ്ങൾക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? കാരണം അവന് സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് അവനാകെയുള്ളത് ഈ ലോകം നേടുക എന്നുള്ളതാണ്. അടുത്ത വാക്യം പറയുന്നു, താഴേക്ക് പറഞ്ഞു വന്നിട്ട് 8-ാം വാക്യം പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പക്ഷേ സൺഡേ വരുന്നുണ്ട്, കർത്തൃമേശ എടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, എല്ലാമുണ്ട്, പ്രസംഗങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ വചനം പറയുന്നു ആരാ? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊരു വാക്യം ശ്രദ്ധിക്കണം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു വാക്യമുണ്ട്, അവൻ്റെ പരിജ്ഞാനത്തിൽ വളരുക. കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ നമ്മൾ ഏറ്റവും അധികമായി ചിന്തിക്കേണ്ട കാര്യം അവൻ്റെ പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളത്. പരിജ്ഞാനം കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ജ്ഞാനത്തിൽ വളരണം, അവനെക്കുറിച്ച് അറിയണം. തമിഴിൽ നല്ല വാക്യമാണ്, അവനെക്കുറിച്ച് അറിയുക അറിവ്. തമിഴ് എനിക്ക് വലിയ പിടിവില്ല, എന്നാലും അറിയുക അറിവെന്ന് പറയും. അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് കൊടുത്ത് തമിഴ്? എന്താ അറിയുക തമിഴിൽ അറിയുന്ന അറിവിനെക്കുറിച്ച് അറിയുക അറിവെന്ന് പറയില്ലേ? ആ സാധനം ഇപ്പോൾ പറഞ്ഞില്ലേ, ആ സാധനം തന്നെ എന്ന് പറഞ്ഞാൽ അറിവ് നമ്മുടെ ജീവിതമായി മാറുമ്പോൾ അത് ഈ പറഞ്ഞ സാധനമായി മാറും. അറിവ് കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ പറയാം, കർത്താവ് എൻ്റെ കല്ലേ തട്ടാതെ അവനെ സൂക്ഷിക്കും. ഒരു എക്സാമ്പിൾ പറയുക, വായിക്കാതെ സൂക്ഷിക്കും. വാക്യം കൊള്ളാം, ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് വരുമ്പോൾ അത് ജീവിതത്തിൽ എനിക്ക് സഹായമായി വരുമ്പോഴാണ് അതെനിക്ക് അനുഭവമായി മാറുന്നത്. അതാണ് ഈ പറഞ്ഞ സാധനം പരിജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ പിന്നീട് എടുത്തോളാം അതിനെക്കുറിച്ച്. തമിഴിൽ നല്ല ട്രാൻസ്ലേഷൻ അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ സഹോദരനെ പകക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, അല്ലേ? 5-ാം അധ്യായം പറയുന്നു, വിശ്വസിക്കാകയാൽ നീ അവനെ അസത്യവാദിയാക്കുന്നു. ദൈവപുത്രൻ ഇല്ലാത്തവൻ എന്തില്ല? പക്ഷേ നമ്മൾ കർത്താവിനെയാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് മത്തായി 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് നിങ്ങളെ വഞ്ചിക്കും, തെറ്റിക്കും. അത് ഈ കൂട്ടത്തിലുള്ളവരാ. അനേകർ, ഒന്ന് രണ്ടും അല്ല, അനേകരുണ്ട് ഇവിടെ. അനേക ദൈവദാസന്മാരും ദൈവമയക്കാത്ത ദൈവദാസന്മാരാ. നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ ഈ പാസ്റ്റർമാരെ കാണുമ്പോൾ ഇങ്ങനെ ഭയഭക്തിയോടെ നിൽക്കും. അവരെ വാക്കുകൾ ശ്രദ്ധിക്കണം. എന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? അവരുടെ വാക്കുകൾ എന്നെ സ്വർഗത്തിലേക്കാണ് അടുപ്പിക്കുന്നത്. ലോകത്തു നിന്ന് പറിക്കുകയാണോ, ജഡയിൽ ചെന്ന് പറിച്ചു മാറ്റുകയാണോ? അവർ ദൈവത്തിൻ്റെ ദാസന്മാരാ. അതല്ല, എന്നിൽ കിട്ടും ബ്രദറെ എന്ന് പറയുമ്പോൾ അത് ലോകത്തിൻ്റെ ദാസനാ. ലോകത്തിൽ വലിയവനാക്കുമെന്ന് പറഞ്ഞാൽ അത് ലോകത്തിൻ്റെ ദാസനാ. അതുകൊണ്ട് മത്തായി 24-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്, അല്ലേ, അനേകർ വന്ന് നിങ്ങളെ തെറ്റിക്കുമെന്ന് പറയുന്നത്. നമ്മെ സ്വർഗീയന്മാരാക്കി മാറ്റുന്ന വചനം, നമ്മെ ലോകത്തുനിന്ന് പറിച്ചെടുക്കുന്ന വചനം ഒരുപക്ഷെ ആർക്കും ഇഷ്ടമാകത്തില്ല ഇതൊന്നും, അല്ലേ? കാരണം നമുക്ക് ലോകത്തോട് ഇഴുകിച്ചേരാനും ആശ്വാസ വാക്കുകൾ കേൾക്കാനൊക്കെ നമുക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ദൈവപുത്രനില്ലാത്തവന്, അല്ലേ, പറയുന്നു, വിശ്വസിക്കാകിയാൽ അവനെ അസത്യവാദിയാക്കുന്നു. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവൻ എന്തില്ല? ജീവൻ. ഇത്രയും വാക്യങ്ങളാണ് ലേഖനം മുഴുവനും പഠിപ്പിക്കുന്നത്. ഞാൻ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്ത് വന്നേക്കാം. സഹോദരനെ വെറുക്കുന്നവൻ എവിടെയാണ് താമസിക്കുന്നത്, അല്ലേ? നോക്കി, സഹോദരൻ, ഈ ലേഖനം മുഴുവൻ എന്താ പഠിപ്പിക്കുന്നത്? അന്യോന്യം സ്നേഹിക്കായാൽ. മറന്നു പോകരുത്, യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മരണത്തിനുള്ള പാപമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നതല്ല. മനസ്സാവുന്നുണ്ടോ? ഒറ്റ കാര്യമാണ് ലേഖനം മുഴുവൻ പഠിപ്പിക്കുന്നത്. എന്താ ലേഖനം പഠിപ്പിക്കുന്നത്? അന്യോന്യം സ്നേഹിക്കുക. ദൈവം സ്നേഹം തന്നെ. പഠിച്ച വാക്കുകൾ ഓർമ്മയുണ്ടോ? ദൈവം സ്നേഹം തന്നെ എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരനെ വെറുക്കുന്നവൻ നമ്മളെ ഹൃദയത്തിൽ എവിടെയെങ്കിലും നമ്മുടെ കൂട്ടുവിശ്വാസിയോട് ഒരു വെറുപ്പുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം കേട്ടോ. കാരണം ഈ പറയുന്നതെല്ലാം നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മരണം കയറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, നാം ബോഷ്ക്ക് പറയുന്നു, സത്യം നമ്മളിൽ പ്രവർത്തിക്കുന്നതുമില്ല. കണ്ടോ? നമ്മൾ പേര് പറയുന്ന നാം ബോഷ്ക്ക് പറയുന്നു. 2, സത്യം നമ്മളിൽ ഇല്ലാതെയായിരിക്കുന്നു. സത്യം എന്താ? വചനം, ക്രിസ്തു. അവനെ അസത്യവാദിയാക്കുന്നു. അവൻ പ്രസംഗിക്കുന്നത് മുഴുവൻ യേശുവിനെയാ, പക്ഷേ വചനം പറഞ്ഞ് അവൻ അസത്യവാദിയാ. അവൻ പ്രസംഗിക്കുന്നത് മുഴുവനും യേശുവിനെ കൊണ്ട് ലോകത്തെ നേടുവാൻ വേണ്ടിയാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്, അല്ലേ? അവൻ അസത്യവാദി എന്ന് പറയാൻ അവൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ പേരൊക്കെ എടുക്കും, പക്ഷേ യേശുവിനെ കൊണ്ട് അവൻ മാമോനെ നേടുകയാണ്. അതാണ് വിഷയം എടുത്ത്. ഓക്കെ, 2, അവനിൽ ഇല്ലാതെയായി. പക്ഷെ വചനമല്ലേ പ്രസംഗിക്കുന്നത്? പലപ്പോഴും അകത്ത് വചനമില്ല അവൻ്റെ, അതല്ലേ വചനം പ്രസംഗിക്കുന്നത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, വചനത്തിനകത്തുള്ള ജീവനും ആത്മാവുമുണ്ട്. അതിനെ പ്രാപിക്കുന്നില്ലെങ്കിൽ ഈ വചനം കൊണ്ട് നമുക്കെന്ത് ഗുണം? മഹാത്മാഗാന്ധി ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയാണ്, അല്ലേ? അദ്ദേഹത്തെ ഒരു മനുഷ്യനാക്കി മാറ്റിയത് ആരെന്നറിയാമോ? ഈ വചനമാണ്. പക്ഷേ ഈ വചനത്തിൽ മറഞ്ഞു കിടന്ന ജീവനും ആത്മാവുമുണ്ട്. അദ്ദേഹം പ്രാപിച്ചോ? 2 ലക്ഷം ജനങ്ങളുമായി മഹാത്മാഗാന്ധി ഈ ക്രിസ്തീയ മാർഗം സ്വീകരിക്കാൻ പോയതാണ്. 2 ലക്ഷം ജനങ്ങളുമായിട്ട്. അന്ന് ഡോക്ടർ അംബേദ്കറാണ് ഈ നമ്മുടെ മഹാത്മാഗാന്ധി ജനങ്ങളെ പിന്തിരിപ്പിച്ച് കളഞ്ഞത്. നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് അറിയാൻ കഴിയും. മഹാത്മാഗാന്ധി പ്രാപിച്ചത് ആ വചനത്തിൻ്റെ ജീവനും ആത്മാവിനാണെങ്കിൽ ഏത് അംബേദ്കർ പറഞ്ഞാലും പോകാൻ പറയും. കാരണം അവൻ്റെ അകത്ത് വ്യാപരിച്ചത് ജീവനാണ്. ആ ജീവനെ തകർക്കുവാൻ ഒരു ജീവനും കഴിയത്തില്ല. അപ്പോൾ മഹാത്മാഗാന്ധിയും പ്രാപിച്ചത് വചനം പഠിച്ചു, പക്ഷേ എന്ത് പ്രാപിച്ചില്ല?
ഹിന്ദു ശാസ്ത്രത്തിൻ്റെ ഹിന്ദുവിടെ ഒരു 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 ആളായ നേരം മറ്റേ നമ്മുടെ ഇവിടെയൊക്കെ ഞാൻ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ ആ വിവേകാനന്ദ സ്വാമി അദ്ദേഹം പറഞ്ഞതെന്നാണെന്നറിയാമോ? ഞാൻ ആ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ, യെരൂശലേമിൽ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാലുകൾ കഴുകിനെ. യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. പക്ഷേ അദ്ദേഹം രക്ഷിക്കപ്പെട്ടോ? വചനം പഠിച്ചു, സത്യവചനം നമുക്കറിയാം. ഈ വചനത്തിന് മുമ്പിൽ നമ്മൾ നെടുപാടും വീഴും. പക്ഷേ അതിനകത്തുള്ള ജീവനെയും ആത്മാവിനെയും പ്രാപിക്കുന്നില്ലെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. എത്ര കത്തോലിക്ക വിശ്വാസിനകത്ത് ബൈബിളുണ്ട്, വീട്ടിൽ ബൈബിളുണ്ട്, എല്ലാം ഇല്ലേ? പക്ഷേ അതിനകത്തൊരു ജീവൻ പ്രാപിക്കുന്നുണ്ടോ? മറന്നുപോകരുത് ഞാൻ പറയുന്നത്. ജീവനും ആത്മാവിനെയാണ് പ്രാപിക്കേണ്ടത്. ഓക്കെ, വിട്ടുപോകുന്നു. അപ്പോൾ അവനിൽ വചനമില്ലാതെയായി. എന്നാൽ അനേകരും വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ അതിനകത്ത് ജീവൻ അതെങ്ങനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ആ ജീവൻ എന്നെ നിത്യജീവനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് ഇവിടെ നിന്നാണ് നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ആ വചനം വെറും വാക്കുകൾ മാത്രമാണ്, വെറും വാക്കുകൾ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പ്രസംഗിക്കുന്ന വചനം കേൾവിക്കാരും എന്നെയും സ്വർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുവെങ്കിൽ അതിനകത്തെ എന്നെ കൊണ്ടുപോകുന്നത് അതിന് ജീവനും ആത്മാവുമാണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത പേര് അവനാരാ? കള്ളനാകുന്നു. അവനിൽ സത്യമില്ലാതെയായി. നമ്മുടെ ചോദ്യം എന്താണെന്നറിയാമോ? മരണത്തിനുള്ള പാപമുണ്ടെന്നാണ്. ഏതാണ് മരണത്തിനുള്ള പാപം? ഇവിടെ എല്ലാം പറഞ്ഞു വരുന്നത് സഹോദരനെ ദ്വേഷിക്കുന്നവൻ, സഹോദരനെ പകക്കുന്നവൻ ഇതില്ലെന്ന് പറഞ്ഞു വരികയല്ലേ, അല്ലേ? അപ്പോൾ പറയുക അവൻ കള്ളനാകുന്നു. നല്ല പേരിലിട്ടിരിക്കുന്നല്ലേ. നമ്മൾ റവറൻറ്റ് ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ സ്വർഗം വിളിക്കുന്ന പേരാ കള്ളൻ, അല്ലേ? കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. നിങ്ങൾ ഓർക്കണം, വചനം പ്രസംഗിക്കുന്നവനാ, പക്ഷേ വചനം പറയുന്നു ഇത് വിശ്വാസിക്കുള്ള വചനമാണിതെല്ലാം. രക്ഷിക്കപ്പെട്ടവനുള്ള സത്യല്ലേ? യോഹന്നാന്റെ സുവിശേഷം രക്ഷിക്കപ്പെടാനിരിക്കുന്നവർക്കും യോഹന്നാൻ ലേഖനം രക്ഷിക്കപ്പെട്ടവർക്കും വ്യത്യാസം മനസ്സിലാക്കണം നിങ്ങൾ. ഈ രക്ഷിക്കപ്പെട്ടവനോട് കുറിച്ച് പറഞ്ഞേ, അത് അവന് ഇന്ന് സത്യമനിലില്ല, ഇന്നയോളം എവിടെ ഇരിക്കുന്നു? ഇരുട്ടിലിരിക്കുകയാ. ഇരുട്ടിക്കിടന്ന് തപ്പുകയാ കിടന്നുണ്ട്. അവനാണ് രക്ഷ വാഗ്ദാനം ചെയ്യുന്നത്. രക്ഷ അല്ലേ? രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ആരാണ്? ഇരുട്ടിലിരിക്കുന്നവരാ. എൻ്റെ കൂടെ ഉണ്ടോ? അവനോ കണ്ണ് കാണാൻ അല്ലേ? ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുന്നാൽ മാത്രമല്ല, അവൻ്റെ ജീവിതവും പ്രസംഗവും ഒക്കെ ഇരുളിനെ കുറിച്ച് മാത്രമായിരിക്കും. കാരണം ഈ ലോകം കിട്ടും, ഇവിടെ ഇവിടുത്തെ നന്മകൾ നിന്നെ വലിയവനാക്കും, അല്ലേ? അത് ഇരുട്ടിലിരിക്കുന്നവരാ. കാരണം ഈ ലോകം മുഴുവൻ ഇരുണ്ടിരിക്കുക. ഒരു ലോകമെന്ന് പറയുന്ന മോളി പഠിക്കും ആ ലോകത്തെക്കുറിച്ച്. ഒരു പുതപ്പ്, മായ എന്ന പുതപ്പിട്ടിരിക്കുക പിശാച്. എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഈ നമ്മുടെ മാനവരാശിയുടെ മേൽ ഒരു മായയുടെ ലോകമെന്ന് പറയുന്ന മായയുടെ പുതപ്പിട്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് അപ്പുറം ചിന്തിക്കുവാനോ നമുക്ക് നന്മയെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും കഴിയുന്നില്ല. നമ്മൾ തന്നെ ദൈവമായി മാറി. ഉൽപ്പത്തിയിൽ നന്മ തിന്മ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചപ്പോൾ നാം തന്നെ ദൈവമായി. ഇവിടെ തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാണ്, ഞാനാണ് എൻ്റെ ദൈവം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കിയാൽ, അപ്പോൾ ഇവൻ ആരാ? കുരുടനാണ്. ഇങ്ങനെയുള്ളവർ പ്രസംഗിച്ചാൽ മുഴുവനും എന്ത് പ്രസംഗിക്കാൻ കഴിയും? ഇരുട്ടിനെ കുറിച്ചല്ലേ പറയാൻ പറ്റുമോ? ലോകത്തെക്കുറിച്ചല്ലേ? അവർക്ക് ഇരുളിൽ ജീവിക്കുന്നവന് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷെ പ്രസംഗമല്ല, വചനത്തിൽ തന്നെയാണ്. 2, എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. നമുക്കൊരു പ്രത്യാശയുണ്ടോ? നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? തിരിച്ച് വീട്ടിലേക്ക്. നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണോ? അല്ല, നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഇരിക്കുന്നത് കൃപാസനത്തിനകത്താണ്, കൃപാസനത്തിലാണ് ഇരിക്കുന്നത്. ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ, കൃപാസനം നഷ്ടമായ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ വിശ്വാസം പോയി. വിശ്വാസം തൂങ്ങിക്കിടക്കുന്ന പ്രത്യാശയിന്മേല. പ്രത്യാശ പോയാൽ വിശ്വാസം പോയി, വിശ്വാസം പോയാൽ രക്ഷ പോയി. അത്രയേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണമേ, അവൻ എവിടേക്ക് പോകുന്ന അറിയില്ലെന്ന് പറഞ്ഞാൽ അവൻ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. കാരണം അവൻ പ്രസംഗിച്ചാൽ ജനത്തെ ഈ ലോകം മാത്രമേ കാണിച്ചു കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അവനിൽ എന്തില്ല? പിതാവിൻ്റെ സ്നേഹമില്ല. കാരണം പുതിയ നിയമത്തിൽ മത്തായി 7:23 വാക്യങ്ങളിലും മത്തായി 25 അധ്യായത്തിലേക്ക് 2 പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 5 കന്യകമാരെക്കുറിച്ച് 10 കന്യകരെ കുറിച്ച് പഠിക്കുന്നിടത്തും ഈ 7 അധ്യായത്തിലുമാണ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ പറയുക? അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. അവന് പിതാവിൻ്റെ സ്നേഹമുണ്ടെങ്കിലല്ലേ പിതാവ് നമ്മെ അറിയുള്ളൂ. ഓക്കെ, വിടുന്നു. പാപം ചെയ്യുന്നവൻ ആരാകുന്നു? പിശാചിൻ്റെ മകൻ.
അടുത്ത താഴേക്ക് വരുമ്പോൾ നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. രക്ഷിക്കപ്പെട്ടവർ ശരി തന്നെയാ, പക്ഷേ അവരുടെ ജീവിതം മുഴുവനും ഇന്ന് ലഭിച്ച രക്ഷയുടെ വലിപ്പം, ക്ഷമിച്ച് കിട്ടിയ രക്ഷയുടെ വലിപ്പം, ഒറ്റവാക്കി പറഞ്ഞാൽ 10,000 താലന്ത്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലേ? 10,000 താലന്ത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവുള്ളൂ. ക്ഷമിച്ച് കിട്ടിയിരിക്കുക, അത്രയും വലിയ പാപത്തിൻ്റെ കടമാണ് ക്ഷമിച്ച് കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഓർക്കുന്നു പോലുമില്ല. ലേഖനത്തിലൊരു വാക്കിങ്ങനെയുണ്ട്, അവർ മുമ്പേയുള്ള പാപത്തെ യാക്കോബ് ലേഖനത്തില പത്രോസിലാന്ന് തോന്നുന്നു അല്ലേ, അവൻ മറന്നു കളഞ്ഞിരിക്കുന്നു. ക്ഷമിച്ചു കിട്ടിയത് വാക്യമുണ്ടല്ലേ പത്രോസിൽ 1-ാം അധ്യായത്തിൽ അല്ലേ, നമ്മളെ ക്ഷമിച്ചെന്ന രക്ഷയെക്കുറിച്ച് പാപത്തെക്കുറിച്ച് മറന്നു കളഞ്ഞിരിക്കുന്നു. പിന്നെ സ്നേഹിക്കാത്തവൻ എവിടെ ജീവിക്കുന്നു? മരണത്തിൽ. സഹോദരനെ പകക്കുന്നവൻ എല്ലാവരും ആരാകുന്നു? കുലപാതകന്മാരാകുന്നു. യാതൊരു കുലപാതകൻ എന്തില്ല? നിത്യജീവനില്ല. ഞാൻ പറഞ്ഞില്ലേ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇന്നൊരു വലിയ പ്രശ്നമാണ്. നിത്യജീവൻ വേണ്ടാന്ന് പോലും പറഞ്ഞു കളഞ്ഞ ആൾക്കാരുണ്ട്. കാരണം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിൽ മാത്രമേ നിത്യജീവൻ വന്നിട്ടുള്ളൂ. അറിവില്ലായ്മ കൊണ്ടാ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൽ നിത്യജീവൻ വരുന്നു. ഇനി നിത്യജീവൻ വേണോ? നിത്യജീവൻ ഇനി ആവശ്യമുണ്ടോ? എന്നെ ഉച്ചക്ക് സമയത്തിന് ഉറങ്ങണ നേരത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കല്ലേ, കണ്ണടച്ച് ധ്യാനിച്ച് ഓർത്തോണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകും. അതാണ് നമുക്കിനി നിത്യജീവൻ. രക്ഷിക്കപ്പെട്ട ആൾക്കാരിൽ നിത്യജീവൻ വേണോ? എന്തിനാ വേണ്ടത്? എന്നാൽ ചോദ്യം, അടുത്ത ചോദ്യം, എന്തിനു വേണ്ടി നമുക്ക് നിത്യജീവൻ വേണ്ടത്? അതൊക്കെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, നമുക്ക് നിത്യജീവൻ ആവശ്യമുണ്ടോ? എന്തിനു വേണ്ടി? ഓളി പഠിച്ചവർക്കറിയാം, ഈ ദൈവജീവൻ ദൈവം നമുക്ക് ആത്മാവിൽ നൽകിയിരിക്കുക. ഇനി ഓരോ ദിവസം എൻ്റെ സോളിൻ്റെ ജീവൻ, ജീവൻ നഷ്ടമാകുമ്പോൾ അവിടേക്ക് ദൈവജീവൻ വന്ന് നിറയണം. എൻ്റെ ദേഹി മുഴുവനും, മനസ്സ്, ചിന്ത, ഇച്ഛ, വികാരങ്ങളൊക്കെ ദൈവജീവനാൽ പൊതിയണം. അപ്പോൾ അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഇനി അങ്ങനെ മരിക്കുമ്പോഴാണ് എൻ്റെ ശരീരത്തിന്മേലും നിത്യജീവൻ വന്ന് കയറി ഞാൻ സ്വർഗീയനായി പോകുന്നത്. അല്ലാതെ നിത്യജീവൻ നഷ്ടം അവസാനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് യോഹന്നാൻ 10:10 പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. അടുത്ത വാക്യം, ജീവൻ തരുവാനും സമൃദ്ധിയായി. വാക്യം ശ്രദ്ധിക്കണം, വെറും വാക്കിൽ എഴുതിച്ചിട്ട് സമൃദ്ധിയിലേക്ക് വരാൻ. നിത്യജീവൻ വിട്ട പിന്നെ ജീവിതം പോയില്ല. നമ്മുടെ ആത്മാവിൽ മാത്രമല്ല, ദേഹി മുഴുവനും നിത്യജീവനാൽ നിറയണം. പക്ഷേ ഇപ്പോൾ നമ്മുടെ ദേഹിയിൽ ഏത് ജീവനാണ് ഉള്ളത്? മാനുഷിക ജീവൻ. അതിൻ്റെ പേരെന്താ? ജീവൻ. പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ എന്നെ തൊട്ടാലുണ്ടല്ലോ അറിയുക. എന്നെ നോക്കിയിട്ട് പ്രൈസിലോട് പറഞ്ഞില്ല, ഞാൻ എന്നൊക്കെ പറയില്ലേ, അത് ജീവനാ. അത് പോയാൽ അവിടെ ദൈവജീവൻ വന്ന് നിറയും. ഇതിനു വേണ്ടിയ ദൈവം നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഒന്നും മിണ്ടൊന്നുമില്ല, എന്തെങ്കിലും ആവട്ടെ. സഹോദരനെ പകുത്താൻ കുലപാതകനാവുന്നു, യാതൊരു കുലപാതകൻ നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല. അതുകൊണ്ട് അവർ രണ്ടൊരു ചത്തുപോയത്, വെള്ളമില്ലാത്ത മേഘങ്ങൾ, വേരറ്റുപോയ വൃക്ഷങ്ങൾ, രണ്ടൊരു ചത്തുപോയ നിത്യജീവൻ രണ്ടാമത് മരിച്ചു പോവുക. ഒരിക്കലും ഉൽപ്പത്തി മരിച്ചുപോയ ആത്മാവ് വീണ്ടും ആത്മാവിന് ജീവൻ നൽകി ക്രിസ്തുവിലൂടെ. എന്നിട്ടും സഹോദരനെ സ്നേഹിക്കുവാൻ, സഹോദരൻ്റെ പാപം ഇളച്ചു കൊടുക്കുവാൻ, പാപത്തെ ക്ഷമിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് വീണ്ടും ആത്മാവ് മരിച്ചു പോകുന്നു. എത്ര ഭയാനകമാണെന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ളവരല്ലേ നരകത്തിൽ ഏറ്റവും ആഴത്തിലേക്ക് പോകേണ്ടത്? പറ നിങ്ങൾ. ഓക്കെ, ആ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. തൻ്റെ സഹോദരനെ പകുക്കുകയും ചെയ്യുന്നവൻ ആരാകുന്നു? വീണ്ടും എന്നെ നോക്കി തന്നെ പറഞ്ഞത് അല്ലേ. വിശ്വസിക്കായകയാൽ അവനെ അസത്യവാദിയാകുന്നു. നമ്മൾ അവനെ വിശ്വസിക്കത്തുള്ളൂ. കാരണം നമുക്ക് വാഗ്ദാനം ചെയ്ത മുഴുവനും ലോകം കിട്ടും ബ്രദറേ എന്നാ. നമുക്ക് അവനല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അടുത്ത വർഷം ഒരു വിസ കാണുന്നു അല്ലേ, ഒരു എന്താ തേങ്ങാക്കൊല കാണുന്നു, പിന്നെ എന്തൊക്കെയാ മുന്തിരിക്കൊല കാണുന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ അതും പിടിച്ചുകൊണ്ടിരിക്കും. December 31 കിട്ടുന്ന തത്തമ്മേനെ കൊണ്ട് ചീട്ടെടുക്കുന്ന പരിപാടി അതും പിടിച്ചുകൊണ്ട് നമ്മളിരിക്കും. അതും വചനമല്ലേ? അത് തന്നെ. വിശ്വസിക്കാകിയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ദൈവപുത്രനില്ലാത്തവൻ എന്തില്ല? ജീവനില്ല. ഇത്ര മനസ്സിലായോ? ഇനി ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? രക്ഷിക്കപ്പെട്ടവനെ കുറിച്ച് പറയുക. ഇത്രയും വാക്യം പറഞ്ഞിട്ട് ഇത് പറയുമ്പോഴൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ കാര്യം? അന്യോന്യം. ആദ്യം മുതലുള്ള കൽപ്പന പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. പഴയതൊക്കെ ആദ്യം മുതലുള്ള കൽപ്പന എന്താണ്? അന്യോന്യം സ്നേഹിക്കുക. നിങ്ങളൊക്കെ ഒരപ്പൻ്റെ, ഈ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ പടം ഞാൻ എവിടെ ഇട്ടത്?
എവിടെയോ ഇട്ട് കാണിച്ചത് അല്ലേ? തല ക്രിസ്തുവും നമ്മളൊക്കെ ഇതിലിട്ടായിരുന്നു, എവിടെയും നോക്കിയാണ്. നമ്മളെല്ലാം നമ്മളെ അവയവങ്ങളാ. ഞാൻ എടുത്തേക്കട്ടെ, എവിടെയോ ഓക്കെ. നോക്കി, ഇതെന്ത് സാധനമായി കാണുന്നത്? തലയില്ലാത്ത ഇത് ശരീരമല്ല, ഇത് അവയവങ്ങൾ കൂടി ചേർന്നിരിക്കുക. അതാണ് വ്യത്യാസം. സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ പിന്നീട് പഠിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ശരീരമല്ല. ഇത് ഓരോ കയ്യും മുഖം കണ്ണും നാക്കും അല്ലേ, നാക്ക് കൂടുതലുള്ളവർ നാക്ക് അല്ലേ, എല്ലാം കൂടിച്ചേരുമ്പോൾ കൂടിച്ചേരുന്ന ഒരു സാധനത്തിൻ്റെ വസ്തുവിൻ്റെ പേരാണ് ശരീരം. ഇവിടെ നിന്ന് ഒരു കൈ, ഞാൻ രാവിലെ പറഞ്ഞില്ലേ, 5-6 പ്രാവശ്യമെങ്കിലും എൻ്റെ പല്ല് കടിച്ചപ്പോൾ, ഈ ആർത്തി കൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ ഷുഗറുള്ളവർക്ക് ഈ ഭക്ഷണം കാണുമ്പോൾ ഒരു ആക്രാന്തമൊക്കെ ഉണ്ടല്ലോ, ഉള്ളവർക്കറിയാം. ഒരു ആക്രാന്തമൊക്കെ ഉണ്ടല്ലോ. ഈ ആക്രാന്തം അങ്ങനെ പെട്ടെന്ന് കടിച്ചു പോകുമ്പോഴേ ഈ നാക്ക് 3-4 പ്രാവശ്യം കടിച്ചിട്ട് പൊട്ടിപ്പോകുന്നത്. എന്നാലും എൻ്റെ നാക്ക് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ വിട്ട് പോവുകയാണ് മനുഷ്യ, അന്നും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ല. കാരണം അത് എൻ്റെ അവയവമാ, മുറിച്ചാൽ മാറ്റാൻ പറ്റുമോ? അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോ അംഗങ്ങളും. അതുപോലെ 4-5 പ്രാവശ്യം എൻ്റെ 2 പോയി, അപ്പോൾ 30 അല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചിരിക്കുക. എവിടെ നിങ്ങളെന്നെ കൊഞ്ഞനങ്ങാട്ടി ഇതുപോലെ ഇരിക്കും, ഇവിടെ ആവില്ല ഇല്ലേ. ഇത് ഞാൻ പറഞ്ഞത്, ഇത്രത്തിനിടെ ഒറ്റയ്ക്ക് ജീവിക്കുക ഈ പുള്ളിക്കാരൻ. 22 അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ഒറ്റയ്ക്ക് ഒരു ഇസ്രായേൽ ജീവിക്കുന്നത് പോലെ 32 ദുഷ്ടന്മാരായ പല്ലിനിടയിൽ ഒരു നാക്ക് ജീവിക്കുക. നീളം കൂടുതലാണ് വേറെ കാര്യം. ഇപ്പോഴാണോ ഒതുക്കിയത്? പണ്ടൊന്നും ഒതുക്കത്തില്ലായിരുന്നു ഇല്ലേ. ഇപ്പോൾ ഒതുക്കിയതല്ല, നിങ്ങളെ കൂടി ഒതുക്കിയതാ. ഞാൻ അജിനോട് പറയും, ഞാൻ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു, പക്ഷേ ഇപ്പം നിങ്ങളെ കൂടി ഒരു ഗുണ്ടപാസ്റ്ററായെന്ന് ഞാൻ പറയും. പണ്ട് ഇങ്ങനെ ഭയങ്കര സൗമ്യനായിരുന്നു, ഇപ്പം ഞാൻ ഗുണ്ടപാസ്റ്ററായി. ഗുണ്ടികളുടെയും ഗുണ്ടന്മാരുടെയും കൂടിയാണ് ജീവിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ അവയവങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇറങ്ങിപ്പോകുന്നു? പക്ഷെ നമ്മളോ എടുത്ത വായിക്ക് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതല്ല, അതുപോലത്തെ ഒരു ജീവിതമാണ് ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് പ്രാപിക്കാൻ പറ്റുമോ? ഈ ഒറ്റ മനസ്സാണ്. ഇത് നിങ്ങൾ പ്രാപിച്ചെടുത്താലുണ്ടല്ലോ, നിങ്ങൾ അത്ഭുതമായിരിക്കും നിങ്ങൾ. അത്രയ്ക്കും മഹനീയമായ ഒരു ഇതാണ്, ഒരു പ്രശ്നമാണിത്. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സ്, നമ്മളെക്കാളേറെ സ്നേഹിക്കുന്ന ഹൃദയം. കാരണം ഇന്ന് എന്നെപ്പറ്റി എൻ്റെ ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പോൾ ടീച്ചിങ് ഇതാണ് എടുക്കുന്നത്. ഈ ടീച്ചിങ് പോരാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അപ്പം ഞാൻ വെളിയിൽ വരും. നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ പ്രവാചകൻ നോക്കി നിങ്ങളുടെ പ്രവചനം ശരിയില്ലെന്ന് പറഞ്ഞാൽ അപ്പം പ്രവാചകൻ വയലൻ്റായി സ്വയത്തിലായിത്തീരും. ആണോ ഇല്ലയോ? ആണോ? അതെ. അപ്പോൾ സ്വയത്തെ തൊടുമ്പോൾ അറിയാം. പക്ഷേ ആ സ്വയം പോലും നഷ്ടപ്പെട്ട് കഴിയുന്ന അനുഭവങ്ങൾ, അതാണ് ക്രിസ്ത്യ ജീവിതം. ഇവിടെ തല്ലും ഇടിയും കുത്തൊക്കെ വരുന്നത് നമ്മുടെ സ്വയത്തെ ഉടക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് നിത്യവിജയം ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ആത്മാവിലുണ്ട്, പിൻവലിയും. ദേഹിയിൽ നിന്ന് അനേകർക്ക് എന്തില്ല? ഇല്ല. ജീവൻ വന്നാൽ ആ ജീവൻ്റെ സ്വഭാവം കാണിച്ചിരിക്കും. ആണല്ലോ നിങ്ങളുടെ മക്കൾ. ഇപ്പം എൻ്റെ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ, ജനിച്ച് ജീവൻ വന്നു, ഒരു കുഞ്ഞായി ജനിച്ചു, അവൻ ആരുടെ സ്വഭാവം കാണിക്കും? നമ്മുടെ സ്വഭാവം കാണിച്ചിരിക്കും. അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ തലവേദനയായിട്ടിരിക്കുന്നത്. അതിനല്ലേ? കാരണം നമ്മുടെ സ്വഭാവമല്ല, അത് വരത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ജീവൻ നമ്മുടെ ദേഹിയിൽ വന്നാൽ, ദൈവജീവൻ, നിത്യജീവൻ ദേഹിയിൽ വന്നാലുണ്ടല്ലോ, അതതിൻ്റെ സ്വഭാവം തനി ഗുണം കാണിച്ചിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സൂക്ഷ്യ ജീവനാണെങ്കിലോ തനി ഗുണം കാണിച്ചിരിക്കും. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? നാട്ടുഭാഷയെ പേടിക്കടുത്ത് ചീത്ത വിളിച്ചതല്ല, നാട്ടുഭാഷ പറഞ്ഞതാണ്. മറ്റൊരു ദൈവജീവൻ വന്നാൽ ഗുണം കാണിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ അവയത്തിൽ നിന്ന് പിരിയാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പിരിയാതിരിക്കുക. കാരണം ഇവിടെ പണിയപ്പെട്ടാലുണ്ടല്ലോ ഒരിടത്തും നിങ്ങൾ കുനിയേണ്ടി വരത്തില്ല. യോശുവ പറഞ്ഞ പോലെ നിൻ്റെ മുമ്പിൽ വന്ന് ഒരുത്തരം നിൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല. ഇവിടെ പണിയപ്പെട്ടാൽ, ഇതിൽ മാത്രം പണിയപ്പെട്ടാൽ ഒരുത്തരം നമ്മുടെ ജീവിതത്തിൽ നിൽക്കത്തില്ല, ഒരുത്തൻ പോലും നിൽക്കത്തില്ല. കാരണം ഇതാണ് ക്രിസ്തുവിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മറഞ്ഞിരിക്കുന്ന രഹസ്യം, തമ്മിൽ അന്യോന്യം. കാരണം ദൈവത്തെക്കാളേറെ സ്നേഹിക്കേണ്ടത് ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ പറയുന്നതേ ഉള്ളൂ വിഷയത്തോടുള്ള ബന്ധത്തിൽ. കാരണം 10 കൽപ്പന പഠിച്ചാൽ ആദ്യത്തെ 4 കൽപ്പനകളാണ് ദൈവത്തോടുള്ളത്, നമുക്ക് ദൈവത്തോടുള്ളത്. ബാക്കി 4നേക്കാൾ 6 കൽപ്പനകൾ മനുഷ്യനുമായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് കൂട്ടി പറഞ്ഞത് തെറ്റായിട്ടല്ല വിചാരിക്കേണ്ട, ദൈവത്തെ സ്നേഹിക്കേണ്ടത്. എങ്കിൽ പോലും മനുഷ്യനുമായിട്ട് സ്നേഹിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ സഹോദരനെ സ്നേഹിക്കുന്നവൻ, ഒരു വാക്യമുണ്ടല്ലോ, കാണുന്ന സഹോദരനെ അല്ലെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും?
അത് വലിയ ചോദ്യം തന്നെയാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് ഒരിക്കൽ പോലും നമുക്ക് മുറിഞ്ഞു മാറാൻ പറ്റത്തില്ല. നിങ്ങൾ കൈ മുറിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നഖം വെട്ടുമ്പോൾ തന്നെ നിങ്ങൾ എന്തുമാത്രം സൂക്ഷിച്ചാൽ വെട്ടിക്കളയുന്നത് അല്ലേ? വേണ്ടാത്തത് പോലും വളർന്നു വരുമ്പോൾ വെട്ടിക്കളയുന്നത് സൂക്ഷിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നത് അല്ലേ? അപ്പോൾ വേണ്ടത് മുറിച്ച് കളയോ? വേണ്ടാത്തത് പോലും ഇപ്പോൾ പോളിഷ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അല്ലേ, മഞ്ഞയും പച്ചയൊക്കെ ഇട്ട് ഉടുപ്പിന് മാച്ച് ചെയ്തൊക്കെ ഇട്ട് നടക്കുകയാണ്. വേണ്ടാത്തത് പോലും വേണ്ട. തമാശ പറഞ്ഞാട്ടോ, ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടേ ഇനി അത് ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതെല്ലാം പിന്നിൽ രഹസ്യമെന്ന് പറയുന്നത് സഹോദരനെ പകക്കാത്തതുകൊണ്ടാണ്. ഞാനിനി ചോദിക്കട്ടെ, നിങ്ങൾക്കിനി പറയാൻ പറ്റുമോ എന്താണ് മരണത്തിനുള്ള പാപം? വേറെ എന്താ ഉള്ളത്? പറ നിങ്ങൾ. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നതാണോ? അല്ല. പരീശന്മാർ ദൈവത്തെ കർത്താവിനെ അറിയാത്തവർ തന്നെയാണ്. മനസ്സിലായില്ല അവർക്ക്. അവരറിയാത്തവർ, ജാതികൾ, ഇന്ന് നമ്മുടെ ഇവിടുത്തെ ജാതികൾ കർത്താവിനെ ദുഷിക്കുന്നുണ്ട്. അവന്മാർ കള്ളന്മാർ, അവർ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ എന്താ കാണിച്ചു കൂട്ടെന്നൊക്കെ പറഞ്ഞ് ജാതികൾ നമ്മളെ കളിയാക്കുന്നുണ്ട്. ഈ കളിയാക്കിയവർ ഇന്ന് കർത്താവിനെ പ്രസംഗിക്കുന്നവരുണ്ട്. പണ്ട് കളിയാക്കിയ ജാതികൾ ഇന്ന് കർത്താവിനെ പ്രസംഗിക്കുന്നുണ്ട്. അവർ പരിശുദ്ധാത്മാവിനെ ദൂഷണം പറഞ്ഞത്. പക്ഷേ ഒരു സമയത്ത് അവർ മാനസാന്തരപ്പെട്ടു അല്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എത്രമാത്രം ദുഷിക്കുന്നവനാണ് വേഗത്തിൽ കർത്താവിനെ അറിയുന്നത്? നമുക്ക് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും അധികമായി കർത്താവിനെ ദുഷിക്കുകയും ദൈവദാസന്മാരെ നിന്ദിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ് പെട്ടെന്ന് ക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്നത്. അങ്ങനെയെങ്കിൽ അതൊരിക്കലും പാപമായി മാറുമോ? ഇല്ല, ക്ഷമിക്കപ്പെടാത്ത പാപമല്ല. പക്ഷേ ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് പറയുന്നതും മരണത്തിലേക്ക് പോകുന്ന പാപം എന്ന് പറയുന്നതും ഒന്ന് മാത്രമാണ്. സഹോദരനോട് അന്യോന്യം ക്ഷമിക്കാൻ കഴിയാത്ത, അന്യോന്യം സ്നേഹിക്കാൻ കഴിയാത്ത വിലയേറിയ പ്രശ്നമാണ് ഈ പ്രശ്നം. മനസ്സാവുന്നുണ്ടോ? ക്ലിയറാണോ ഞാൻ പറഞ്ഞു വന്നത്? അതുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു വരിക. അവൻ മരണത്തിൽ വസിക്കുന്നു, അവൻ ജീവിക്കുന്നത് ഇരുട്ടിലാണ് ജീവിക്കുന്നത്, അവൻ എവിടെ പോകുന്നവൻ അറിയുന്നില്ല, അവൻ നുണയനാണ്, അവൻ കുലപാതകനാണ്, നിത്യജീവനിൽ അവനില്ല. ഇതിൽ ഇവനെ സ്വർഗത്തിൽ കയറ്റിവിടാൻ നോക്കിയാൽ പോകുമോ? പറ നിങ്ങൾ. എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കയറ്റിവിടാൻ നോക്കിയാൽ അവൻ പോകുമോ? പോകത്തില്ല. അപ്പോൾ യഥാർത്ഥമായ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ മരണത്തിലുള്ള പാപം ഹല്ലേലൂയ പറഞ്ഞേ. എന്നെക്കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിക്കരുത് അല്ലേ? അപ്പോൾ ഇതാണ് മരണത്തിനുള്ള പാപം. എന്താ? ഒറ്റക്ക് ഈ 23 വാക്യം ഒന്ന് വായിക്കാൻ. ഏതിൻ്റെ 23? അല്ല, ഈ വാക്യം 23 ആർക്കാ വെളിപാട് കിട്ടിയത്? അതാണ് വെളിപാട് പറഞ്ഞത്. 4-ാം അധ്യായത്തിലായിരിക്കും. 4-ാം അധ്യായം 23 വാക്യം എന്താ? വായിച്ചേ. 4-ാം അധ്യായം 23 വാക്യം. അതെ, വായിച്ചോ. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും. 3-ൻ്റെ അല്ലേ? 3-ൻ്റെ 23 വെളിപ്പാട് 3:23. യോഹന്നാൻ 3:23, 4-ാം അധ്യായം. ആ ചാപ്റ്റർ മുഴുവനും പഠിപ്പിക്കുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. 16-ാം വാക്യം പറയുന്നു, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ഏറ്റവും അത്യാവശ്യകാര്യമായി നാം ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയണം. നോക്കിയേ, കാണാപ്പാടം അവിടെ നിന്ന് വാക്യം അറിയുന്നതല്ല. ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ഇത് നമുക്ക് നല്ലോണം അറിയാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയണം. അവൻ ആരാണ്? എന്തിനാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്? അവൻ എന്തിനാണ് ഉയർത്തെഴുന്നേറ്റത്? അവൻ എന്തിനും ഉയർത്തതിന് ശേഷം 40 ദിവസം ഭൂമി ജീവിച്ചത്? അവൻ എന്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോയത്? ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് വറക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ തലയും കുമ്പിട്ട് ഇന്ന് എനിക്ക് വേണ്ടി എന്തിനാണ് ഇരിക്കുന്നത്? അവൻ്റെ പരിശുദ്ധാത്മാവായിട്ട് ക്രിസ്തു സ്വർഗത്തിലിരിക്കുമ്പോൾ തന്നെ അവൻ ആത്മാവായിട്ട് ഭൂമിയിലേക്ക് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തിനാണ് വന്ന് വസിക്കുന്നത്? ഇല്ലേ? എസക്കി പ്രവചനമൊക്കെ പറയുന്നത് നമ്മെ അവന് ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും നടക്കുമാറാക്കുന്നു അവൻ്റെ ആത്മാവിനാൽ. ക്ലിയർ ആണല്ലോ? ഏതാ ശരിക്കും പറഞ്ഞത്? ഈ പറഞ്ഞത് മുഴുവനും സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. തികയണോ? പറ നിങ്ങൾ.
സ്നേഹം തികയണം, തമ്മിലുള്ള സ്നേഹം തികയണം. ഇത് കണ്ടു വേണം ലോകക്കാർ പറയേണ്ടത് ഇവരുടെ ഇടയിൽ എന്തുണ്ട്? സാക്ഷാൽ ദൈവം വസിക്കുന്നു, ക്രിസ്തു ജീവിക്കുന്നു. കർത്താവ്, ഞാൻ ചോദിക്കട്ടെ, കർത്താവ് 33 വർഷം ഭൂമി ജീവിച്ചു, ശരീരത്തിൽ ജീവിച്ചു അല്ലേ? അവൻ മരിച്ചുപോയി, അവൻ സ്വർഗാരോഹണം ചെയ്തു പോയി. ഇന്നും അവൻ്റെ ശരീരം എവിടെയുണ്ടോ? ഇല്ല അല്ലേ? അവൻ 33 വർഷം ജീവിച്ചു അല്ലേ? ഇതിൽ ജീവിച്ചു, അവൻ മരിച്ചു, സ്വർഗാരോഹണം ചെയ്തു പോയി. അവൻ്റെ ശരീരം ഉണ്ടോ ഇല്ലയോ? അവൻ്റെ ശരീരം ഇന്നിവിടെയുണ്ട്. അവൻ ഈ ശരീരം മാത്രമേ മരിച്ചു പോയുള്ളൂ അവൻ്റെ. അവൻ പുതിയൊരു ശരീരത്തെ സൃഷ്ടിച്ചിട്ടിട്ടാണ് അവൻ പോയത്. ദൈവം അഴച്ച പുത്രൻ 33 വർഷം ജീവിച്ച് തെളിയിച്ച് ഒരു മനുഷ്യനും അവൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ വണ്ണം അവൻ സകലരെയും ജീവിച്ച് തെളിയിച്ച് അവസാനം അവൻ്റെ ജീവൻ പ്രാണം വരെ നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി കൊടുത്ത കർത്താവ് അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി തന്നിട്ട് പോയി. അവൻ അതിൻ്റെ ഓർമ്മക്കല്ലേ ഈ ഞായറാഴ്ച വന്ന് കൂടുന്നത്? ആണല്ലോ. അത് വയററിയാൻ വേണ്ടിയാണോ? അവൻ 33 വർഷം നമ്മുടെ ഇടയിൽ ജീവിച്ച് ഒരു മനുഷ്യനും ഇടർച്ചയില്ലാതെ, ഇടർച്ച വന്നത് വേറെ കൂട്ടരാ അല്ലേ? കുത്തുകൊണ്ടത് വേറെ കൂട്ടരാ. ഒരാൾക്കും ഇടർച്ച വരുത്താതെ, ഒരുവൻ പോലും നിവർന്ന് അവനോട് ചോദിക്കാൻ കഴിയാതെ വണ്ണം അവൻ ശരീരത്തിൽ ജീവിച്ച് തെളിയിച്ച് അവൻ പോയെങ്കിൽ അവൻ മറ്റൊരു ശരീരത്തെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് അവൻ പോയത്. അതേത് ശരീരമാണ്? പറ നിങ്ങൾ. സഭ. നമ്മൾ ഓരോരുത്തരും നമ്മൾ കൂടി വരുമ്പോൾ, വ്യക്തിപരമായിട്ടല്ല ഞാൻ പറയുന്നത്, കൂടി വരുമ്പോൾ ശരീരം എങ്ങനെ ജീവിച്ചോ 33 വർഷം, അതുപോലെ തന്നെ ഒരു ട്രയാങ്കിളായിട്ട് ദൈവവും ദൈവവും പിതാവും പുത്രനും നമ്മളുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ആ ശരീരം എത്രമാത്രം പ്രാധാന്യമുണ്ട് അതിന്. മനസ്സിലാവുന്നുണ്ടോ? അത്രമാത്രം പ്രാധാന്യമുണ്ട്. അവൻ ശരീരത്തിൽ നിർമ്മിച്ചിട്ടാണ് പോയത്. എന്തിനാ? ക്രിസ്തുവിനെ ഭൂമിയിലെ 33 വർഷം എന്തായിരുന്നു? ഒറ്റ ജീവിതം എന്തായിരുന്നു ക്രിസ്തുവിന് 33 വർഷം? ഒറ്റ ചോദ്യത്തിന് ഒരു ആൻസർ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? 33 വർഷം അവൻ എന്താണ് ഈ ഭൂമിയിൽ ചെയ്തത്? എന്താണ് അവൻ തെളിച്ച് കാണിച്ചത്? പറ നിങ്ങൾ. പരീക്ഷന്മാർ വരുമ്പോൾ നീയൊക്കെ എന്താണ് സർപ്പസന്തതികളെ എന്ന് വിളിച്ച് ഷോ കാണിച്ചു കാണാം. ചാട്ടവറക്ക് വടി അരിയുന്ന കൂരി എടുത്തിട്ട് എല്ലാവരും അടിച്ച് നേരെയാക്കുന്ന പരിപാടിയാണ് ചെയ്തത്. ഷോ കാണിച്ചാണ് അവൻ ചെയ്തത്. പിന്നെ എന്താ ചെയ്തവൻ? പിതാവിന് ഇഷ്ടം ഭൂമി തീർത്തു. എന്താ പിതാവിന് ഇഷ്ടം? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മറഞ്ഞിടക്കുന്ന ഏക കൽപ്പന എന്താണ്? ആ സ്നേഹം. ഒറ്റ സ്നേഹം മാത്രമേ ഉള്ളൂ. വേറെ ഈ പുസ്തകത്തിൽ ഇല്ലെന്നേ. വേറെ എന്താ ഈ പുസ്തകത്തിലുള്ളത്? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ നാം വിശ്വസിച്ചിരിക്കുന്നു. സ്വന്തം പ്രാണനെ, സ്വന്തം ഏകജാതനായവനെ നമുക്ക് വേണ്ടി വെച്ചു കൊടുത്തു. പിന്നെ 100 രൂപ കൊടുക്കണമെങ്കിൽ ഇതൊക്കെ ഊതിയിട്ട് ഏറ്റവും ചെറുത് ഇതൊക്കെ നോക്കിയിട്ട് എടുക്കുള്ളൂ നമ്മൾ. പിന്നെയാണ് മക്കളെ കൊടുക്കാൻ പോണത്. ഞായറാഴ്ച കൂടി ജോലിയാണ്, നീ ജോലിക്ക് പോടാ, ഞങ്ങൾ ചർച്ചയിൽ പോക്കോളാന്ന് പറയും. ഞായറാഴ്ച ഇല്ലേ? തെറ്റ് പറഞ്ഞല്ലേ? എൻ്റെ മോനും അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? എന്തും ആവട്ടെ, അത് ജോലിയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ദൈവസ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ഇതെല്ലാം പറഞ്ഞു വന്ന സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ്. എന്താണ് ഒന്നാമത്തെ കൽപ്പന? 2-ാം അധ്യായം 7 മുതൽ 8 വരെ പഠിക്കുമ്പോൾ ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട ഇത്രയും മുഴുവൻ എന്താ പറയുന്നത്? ഈ 3:23, 4:16, 17 വാക്യങ്ങൾ, 4:1 മുതൽ 21 വരെ, 2-ാം അധ്യായം 7 മുതൽ 8 വരെ പഴയ കൽപ്പന എന്താണ്? അന്യോന്യം സ്നേഹിക്കുക. 3-ാം അധ്യായം നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. 3:11 ആദ്യം മുതൽ കേട്ട ദൂത്, ഉൽപ്പത്തി മുതൽ കേട്ട ദൂത് എന്താണ്? ഏതാണ്? അന്യോന്യം സ്നേഹിക്കണം. 4, 7, 8, 10, 13, 14 ഇങ്ങനെ എല്ലാം പഠിച്ചാൽ ഈ വാക്യങ്ങൾ മുഴുവനും ഒന്നിലേക്ക് മാത്രം വിരൽ ചൂണ്ടുകയാണ്: അന്യോന്യം സ്നേഹിക്കുക. അങ്ങനെയെങ്കിൽ നേരത്തെ വായിച്ച കൊലപാതകനാണ്, നിത്യജീവനില്ല, ഇരുട്ടിൽ വസിക്കുന്നു, എവിടേക്ക് പോകുന്ന അറിയുന്നില്ല അല്ലേ? അവൻ പിശാചിൻ്റെ മകനാകുന്നു. ഇവൻ ആരാണ്? ശരിക്കും പറഞ്ഞാൽ അവൻ ആരാണ്? സ്നേഹം തികയാത്തവൻ, മനുഷ്യർ തമ്മിൽ സ്നേഹിക്കാൻ കഴിയാത്തവൻ. യോഹന്നാന്റെ സുവിശേഷ ഭാഗം 14-ാം അധ്യായം 20 മുതൽ 25 പഠിക്കുമ്പോൾ, എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനോ എൻ്റെ പിതാവിനെയും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്നേഹമില്ലാത്ത ഒരുവനും ക്രിസ്തുവിനെ അറിയാൻ കഴിയത്തില്ല. ഒരുത്തനും എന്തില്ല? ഹലോ, കാരണം എങ്ങനെയാണ് നമുക്ക് ആ ദൈവസ്നേഹം കിട്ടുന്നത് തന്നെ? ഒരു ചോദ്യം ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു ചോദ്യം ചോദിച്ചേക്കട്ടെ, ഒരു കുരിഷ്ട ചോദ്യം. എങ്ങനെ നമുക്ക് ദൈവസ്നേഹം കിട്ടും?
കണ്ണടച്ച് ആരും ധ്യാനിക്കണ്ട, കണ്ണ് തുറന്ന് ധ്യാനിച്ച് പറഞ്ഞാൽ മതി. എങ്ങനെ നമുക്ക് ദൈവസ്നേഹം ഒരിക്കലും കിട്ടും? ഈ കാണുന്ന മെഷീനകത്ത്, ഈ മെഷീനകത്ത് 68 കിലോ തൂക്കമുള്ള മെഷീനകത്ത് ആ സാധനം പ്രൊഡ്യൂസ് ആവില്ല. എത്ര കുത്തിക്കയറ്റി വെച്ചാലും, നിങ്ങളതിനെ ഇരുട്ടുമുറി കൊണ്ട് കൂട്ടിയിട്ട് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പാട്ട് മാത്രം കാണിച്ചാലും, അതല്ലെങ്കിൽ നിങ്ങൾ ജീസസ് എന്ന് പറയുന്നത് എന്ത് ജീസസ്, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്നൊക്കെ സിനിമയില്ലേ, നിങ്ങൾ 10,000 പ്രാവശ്യം എൻ്റെ ഒരു ഇരുട്ടുമുറിയിലിട്ടിട്ട് ആ 10,000 പ്രാവശ്യം അത് കാണിച്ചാലും ഇതിനകത്ത് ആ സാധനം പ്രൊഡ്യൂസ് ആവില്ല, ഉണ്ടാകില്ല. അത് ഏത് ദൈവജീവൻ, സ്വയജീവൻ ഒരിക്കലും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇത് പാപത്തിൽ ഉരുവായതാ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇതായിട്ട് ബന്ധമില്ല എങ്കിൽ പോലും ഒരു ചോദ്യം ചോദിക്കുക, കർത്താവ് തന്നോട് ചോദിക്കുക, എങ്ങനെ നമുക്ക് ദൈവജീവൻ കിട്ടും, അല്ലെങ്കിൽ ദൈവസ്നേഹം കിട്ടും? ചോദ്യം വിട്ടുപോയി. ഒറ്റ കാര്യമുള്ളൂ, ഈ പറഞ്ഞ റോമർ 5:5 അല്ലേ, റോമർ 5:5, പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. ഒറ്റവാക്കി പറഞ്ഞാൽ ദൈവരാജ്യം എൻ്റെ ഉള്ളിൽ വന്നാൽ എന്ന് പറഞ്ഞാൽ ദൈവം രാജാവായി, ക്രിസ്തു രാജാവായി, അല്ലെങ്കിൽ ക്രിസ്തു പരിശുദ്ധ ആത്മാവായി എൻ്റെ ഉള്ളിൽ വന്ന് വസിച്ചാൽ, മനസ്സാവുന്നുണ്ടോ? അവൻ എൻ്റെ ഉള്ളിൽ വന്ന് ഹൃദയത്തിൽ വന്ന് വാണാൽ അവൻ എൻ്റെ ഉള്ളിലേക്ക് പകർന്നു തരുന്നതാണെല്ലാം വിശുദ്ധി. വിശുദ്ധി എങ്ങനെ കിട്ടും നമുക്ക്? മീശ പഠിച്ചുകൊണ്ട് കിട്ടുമോ? രാവിലെ നല്ല എന്താ ബ്ലേഡൊക്കെ ഇട്ട്, എന്ത് ബ്ലേഡൊക്കെ പേര് പറയേ, 7 o'clock ഇട്ട് പഠിച്ചാൽ കിട്ടുമോ വിശുദ്ധി? ഇത് വെള്ളയല്ലേ നീ കറുത്തു ഇതിൽ ഇതൊക്കെ ഇട്ട് വെള്ളമേ ഉള്ളിൽ കയറിയാൽ കിട്ടുമോ നമുക്ക് വിശുദ്ധി? ഇല്ല, ഇതിനകത്ത് പ്രൊഡ്യൂസ് ആകില്ലത്. ഈ മെഷീൻ അത്രമാത്രം മോശമാണ്. മനസ്സാവുന്നുണ്ട്? എങ്ങനെ കിട്ടും? അവൻ എൻ്റെ ഹൃദയത്തിൽ, വാക്യം ശ്രദ്ധിക്കണം, ദേഹിയിൽ വന്ന് ദൈവരാജ്യം കെട്ടി വാഴുമ്പോഴാണ് എന്നിലേക്ക് പകരപ്പെടുന്നത്. അല്ലാതെ വേറെ വഴിയില്ല സഹോദരങ്ങളെ. മനസ്സാവുന്നുണ്ടോ? ഇവിടെ പ്രശ്നം മുഴുവനും നമ്മുടെ സോളിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ പ്രശ്നമാണ്. മതി ഒരു സർജറി നമുക്ക് ആവശ്യമാണ് അല്ലേ? ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഇവരൊക്കെ പറയേണ്ടി വരും. ഒരു ഹാർട്ട് ഓപ്പറേഷൻ നമുക്കിപ്പോൾ ആവശ്യമാണ്, വേറെ വഴിയില്ലത്. കാരണം നമുക്കില്ലാത്ത പ്രശ്നം ഈ സാധനമാണ്. ഇവിടെ നമുക്കില്ലാത്ത പ്രശ്നം സഹോദരങ്ങളെ സ്നേഹിക്കാൻ, പിന്നെ കാണുമ്പോഴെല്ലാം ഒരുപാട് മമ്മൂട്ടി മോഹൻലാലിനേക്കാൾ നല്ലോണം അവരെ അവാർഡ് കിട്ടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷെ നമുക്ക് ഈ സാധനമില്ല. ഏതാണ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ്. കുഴപ്പമുണ്ടോ? അതിന് ദേഷ്യമൊന്നുമില്ലല്ലോ. പറ, അതിന് ഓപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇത്രയ്ക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനത്തെ പ്രമാണിക്കില്ല എന്ന് നിങ്ങൾ കേട്ടത് വചനം എൻ്റെതല്ല, എൻ്റെ വായിച്ച പിതാവിന് അത്രേ. ഈ കാര്യങ്ങൾ മുഴുവനും സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുത്തതിലും അധികമുള്ള സ്നേഹം ആർക്കും? ഹലോ, വാക്യം വായിച്ചത് കേട്ടോ? സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും? യോഹന്നാൻ 3:16 എന്താ? തൻ്റെ ഏകജാതനായ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതിരിക്കേണ്ടത് തൻ്റെ പുത്രനെ നമുക്ക് നൽകി. യോഹന്നാൻ 3:16. 1 യോഹന്നാൻ 3:16 എന്താ? അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കേണ്ടതല്ലയോ? വ്യത്യാസം മനസ്സിലാവും? ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇന്നു മുതൽ നമുക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. തീരുമാനം എടുക്കാൻ പറ്റുമോ? വെറുതെ കൈവക്കരുത് അല്ലേ? നമുക്ക് ഇനിയൊരു ജീവിതം നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുമോ? എങ്കിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞു. നമ്മൾ പ്രത്യക്ഷതയെങ്കിൽ ഇടർച്ചയില്ലാതെ നല്ല ധൈര്യം കൊണ്ട് നിൽക്കേണ്ടതിന് നമുക്ക് വേണ്ടിയില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ അവിടെ മുതൽ നമ്മുടെ ജീവിതം ആരംഭിക്കുക. ദൈവം നമ്മെ ഉപയോഗിക്കും. അല്ലാതെ ദൈവം നമ്മളെ എല്ലാവരും ഉപയോഗിക്കാത്തത് ദൈവത്തിന് പക്ഷപാതമുള്ളത് കൊണ്ടല്ല, സ്നേഹം തികയാത്തത് കൊണ്ടാണ്. നമ്മുടെ പ്രശ്നം സ്നേഹം തികയാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ ദൈവം നമ്മെ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്നതും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ നടക്കാതിരിക്കുന്നതും ഈ ഒറ്റക്കാര്യ റീസണില്ല. ഒരുപാടുണ്ട്, അതിൽ നല്ലൊരു റീസൺ ഇത് തന്നെയാണ്. സന്തോഷമാണെങ്കിലോ? എന്നാ സന്തോഷം വരാനാ? ഇതൊക്കെ കേട്ടവർ ഞങ്ങൾക്ക് സന്തോഷം വരല്ലേ? ഹാവേലിനെ കുറിച്ച്, ഏബലിനെ കുറിച്ച്, കൈനെ കുറിച്ചൊക്കെ പറയുന്ന വാക്യം അല്ലേ? അവരവിടെ നിശ്ചയിരിക്കുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇത് വായിച്ച്. രണ്ട് വ്യക്തികളെ ഉൽപ്പത്തി പുസ്തകത്തിൽ 2 വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ്. ഈ 2 പേരും ആദ്യപുത്രന്മാരാണ്.
ആ കായിനാണ് ആദ്യത്തെ പുത്രൻ അല്ലേ. ആദവും ഹവ്വയെ ദൈവം സൃഷ്ടിച്ച ശേഷം മനുഷ്യനിൽ നിന്ന് ആദ്യമായി ഉളവായി വന്ന ഒരു മകനാണ് ആദ്യത്തെ മനുഷ്യനാരാ? ആദ്യത്തെ മനുഷ്യൻ അല്ല, ആദ്യത്തെ മനുഷ്യൻ ആദമാണ്. മനുഷ്യനിൽ നിന്ന് ഉളവായി വന്ന ആദ്യമാരാണ്? കായിൻ. ആദ്യം മനുഷ്യനിൽ നിന്ന്, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചാൽ മതി, മനുഷ്യനിൽ നിന്ന് ഉളവായി വന്നത് കായിനാണ്. അതിനുശേഷമാണ് ഹാബേൽ എന്ന് പറയുന്ന മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ഈ രണ്ടുപേരും യാഗം വസ്തുവായിട്ട് ഒരിക്കൽ യഹോവയുടെ സന്നിധിയിൽ വന്നു എന്ന് വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുക. അറിയാൻ നിങ്ങൾക്ക് വലിയ വാക്യമൊന്നും ആവശ്യമില്ല. രണ്ടുപേരും യാഗവസ്തുവായിട്ട് യഹോവയുടെ സന്നിധിയിൽ വന്നു. സത്യത്തിൽ ആരാണ് ഇവരെ പഠിപ്പിച്ചത്? ഈ യാഗം കൊടുത്താൽ ദൈവം പ്രസാദിക്കുമെന്ന് ആരാ പഠിപ്പിച്ചത്? യാഗം ഇത് നടന്നിട്ടുമില്ല. യാഗം ഇതുവരെ നടന്നിട്ടില്ല അല്ലേ? നടന്നോ? യാഗം നടക്കുന്നത് എപ്പോഴാ? അല്ലേ, ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. ഇതുപോലത്തെ ബന്ധത്തിൽ യാഗം നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ആദവും ഹവ്വയും പാപം ചെയ്ത് പുറത്തു വരുമ്പോൾ ആദ്യമായി യാഗമൃഗത്തെ കൊല്ലുന്ന ആരാണ്? യഹോവ തന്നെ. നമുക്ക് എല്ലാവർക്കും ഞാൻ അതല്ല പറയുന്നത്, അത് വിട്ടിട്ട് ഞാൻ പറയുന്നത്. അത് മാറ്റി വെച്ചിട്ട് ആരെങ്കിലും യാഗം ചെയ്തതായിട്ട് അവിടെ എഴുതി വെച്ചിട്ടില്ല അല്ലേ? ആരും ചെയ്തിട്ടില്ല. പക്ഷേ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ യാഗം കൊടുത്താൽ പ്രസാദിക്കുമെന്ന്? ഓക്കെ, ജസ്റ്റ് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിക്കോളും. ഈ രണ്ടുപേരും ദൈവസന്നിധിയിൽ യാഗവസ്തുവായി വന്നു. ഇവിടെ ബോർഡിൽ എങ്ങനെ വായിച്ചത്? ഈ എബ്രായ 11:4 വാക്കുണ്ട്, വിശ്വാസത്താൽ. എബ്രായ 11:4 വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റേതിനും ഉത്തമമായ യാഗം കഴിച്ചു അല്ലേ? ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് ഈ ഹാബേലിന് മനസ്സിലായി കായീൻ്റെക്കാളും ഉത്തമമായ യാഗം ഹാബേൽ കഴിച്ചുവെന്നും അതിനാൽ അവൻ നീതിമാനെന്ന് ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചു. അവിടെ വാക്കിയില്ലെങ്കിൽ പോലും ഞാൻ പറയുക, ദൈവം അവൻ്റെ വഴിപാട് സാക്ഷ്യം കൽപ്പിച്ചു അല്ലേ? ഓക്കെ, ദൈവം പോലും സാക്ഷ്യം കൽപ്പിച്ചു അവിടെ. കാരണം ഹാബേലിൻ്റെ യാഗം ദൈവത്തിന് പ്രസാദകരമായി. ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്കറിയാൻ കഴിയും, ആദത്തിന് നല്ലവണ്ണം ദൈവത്തെക്കുറിച്ച് അറിയാം. കാരണം ആദം ദൈവത്തിന് ഉളവായി വന്നവനാണ് ആണല്ലോ. നല്ലവണ്ണം അറിയാം. അവരെ പാപം ചെയ്തിട്ട് ശിക്ഷിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു യാഗമൃഗത്തെ അവരുടെ മുമ്പിൽ യാഗമർപ്പിച്ച് ആ തോല് കൊണ്ട് ഉടുപ്പിച്ചതും അവർ കണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? അവർ ആത്മാവ് വേർപെട്ടു പോയെങ്കിലും അവർ ദൈവത്തെ നല്ലവണ്ണം ബോധമുള്ള ആൾക്കാർ. ആര്? ആദവും ഹവ്വയ്ക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞു പോകുക. ഹാബേൽ ദൈവത്തിന് കായീൻ്റെയായും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവനെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ബാക്കി 3-ാം അധ്യായം 12-13 ബാക്കി 11-12 പറയാം, നിങ്ങൾ ആദ്യം കേട്ടത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ. ഈ വാക്കല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? യാകുന്നു കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല, അവനെ കൊല്ലുവാനുള്ള സംഗതി എന്താ സംഗതി? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെ നീതിയുള്ളതുമായിരുന്നു. ഇവിടുത്തെ കൊല്ലുവാനുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? സഹോദരൻ്റെ യാഗം എന്താ? നീതിയുള്ള യാഗമായിരുന്നു. ദൈവം പ്രസാദിച്ചു അല്ലേ? ഇന്നത്തെ പ്രശ്നം തന്നെയാണ്. ഒരു സഹോദരി നല്ലവണ്ണം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത കായിൻ്റെ സ്വഭാവം പൊങ്ങി വരിക. നമുക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ സഹോദരനോ സഹോദരിയോ ആരെങ്കിലും ഒരാൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും നല്ലവണ്ണം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അടുത്ത ആൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ്റെ പ്രാർത്ഥന ദൈവത്തോട് പറ്റിയിരിക്കുന്ന പ്രാർത്ഥനയാണ്, ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ ചിന്തകൾക്കൊത്തവണ്ണം പ്രാർത്ഥനയാണ്, ദൈവ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് പൊങ്ങി വരും? പറ. ഈ കായിൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്ക് കഴിയുന്നില്ല, അവനെ കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ അകത്ത് വെളിവായി വരുന്ന പാവമാണിത്. സെയിം സാധനമാണ് അല്ലേ? അത് തന്നെയാ ഇവിടെ. എന്താ പ്രശ്നം എന്നറിയാമോ? ഇത് സഹോദരൻ്റെ യാഗം നല്ലതോ ഇവൻ്റെ യാഗം നല്ലതല്ലായ്മ ഒന്നും അല്ല. 2 റീസൺ ഉണ്ട്. ഇപ്പോൾ ആത്മീയത്തിൽ രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, രണ്ടുപേരുടെയും യാഗം ദൈവം പ്രസാദിച്ചേനെ. കാരണം രണ്ടുപേരുടെ ഹൃദയം നേരുള്ളതല്ല എന്നാണ് ഒരു സൈഡ് വാദം പറയുന്നത്. മിക്കവാറും 90% ആൾക്കാർ വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ അതിൽ ചെറിയൊരു അപാകത ഞാൻ കാണുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. കായീൻ അർപ്പിച്ച യാഗം എന്താണ്? ഹലോ, വീണ്ടും പറയുന്നത് എന്നെ കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിക്കുന്നില്ല. കായീൻ അർപ്പിച്ചത് സകലവിധമായ ഫലങ്ങൾ അല്ലേ? കായ്കനികൾ എന്താ കായ്കനിയല്ലേ? പച്ചക്കറി കായ്കനികൾ കൊണ്ട് അർപ്പിച്ചു. പക്ഷെ അവിടെ അവനെന്താ അർപ്പിച്ചതെന്നറിയാമോ? കുഞ്ഞാണ്ട് ഒരു ആട്ടിൻകുട്ടിയെ.
അവിടെ അവൻ എവിടെ നിന്ന് കിട്ടി വെളിപ്പാട്? ഈ ഹാബേലിന് എവിടെ നിന്ന് കിട്ടി വെളിപ്പാട്? അവന് വേണമെങ്കിൽ പച്ചക്കറി കൊണ്ടുവന്നാൽ മതി, പോരായിരുന്നോ? ഇല്ലേ? എവിടെ നിന്ന് കിട്ടി ആ വെളിപ്പാട്? കാരണം ആത്മാവിൽ മരിച്ചുപോയാണെങ്കിലും അവർക്ക് ദൈവത്തിൻ്റെ സത്യം അറിയാമായിരുന്നു. ആത്മാവിൽ നിന്നാണ് ഇതൊക്കെ ഗ്രഹിച്ചറിയുന്നത്. കാരണം ശ്രദ്ധിച്ചേ, രക്തം ചീന്താതെ പാപത്തിന് വിമോചനമില്ല. രക്തം ചീന്താതെ പാപത്തിന് എന്തില്ല? വിമോചനമില്ല. ഹാബേലിൻ്റെ രക്ഷയ്ക്ക് ഏറ്റവും വലിയ കാലമെന്ന് പറയുന്നത്, രണ്ടുപേരുടെ യാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം പറയുന്ന വാക്കുണ്ട്, ഹാബേലിലും വാക്യം ശ്രദ്ധിക്കണം, അവൻ്റെ യാഗത്തിലും. ഞാനിപ്പോൾ എടുക്കാൻ പോയ ഒരുപാട് വിഷയം, അത് ഒരുപാട് സമയം പോകും നമുക്ക്. ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു, ഇല്ലേ? കായിനെ കുറിച്ച് പറയുമ്പോൾ കായിനിൽ ദൈവം പ്രസാദിച്ചില്ല. അതാദ്യം, അതാ വിഷയം. ഈ ഹാബേലിലും എന്ന് പറയുമ്പോൾ അത് ഏത് ഭാഗമാണത്? ദൈവം ഹാബേലിൽ പ്രസാദിച്ചു, ഏത് ഭാഗമാണത്? കായിനിൽ ദൈവം പ്രസാദിച്ചില്ല, ഏത് ഭാഗം? യാഗവസ്തുവാണോ? അല്ല, യാഗവസ്തു അല്ലത്. ഹല്ലേലൂയ. അവൻ്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമുക്ക് എന്താ പറയുക, പ്രസംഗിക്കാൻ ഇപ്പോൾ ഇവിടെ കയറി ഞാൻ പറയാം, ആരെങ്കിലും ആളെ വിളിച്ച് വേറെ ആളെ പ്രസംഗിക്കേണ്ട ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കയറി വന്നിട്ട് പറയാം, ഇവനെ കൂടെ തോറ്റു, വെറുതെ ഞാനിരുന്ന് അവൻ പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് ഇപ്പം എന്നെ വിളിച്ച് കയറിയതൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് പ്രസംഗിച്ചാലോ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? എന്നെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക്. ഞാൻ ആദ്യം വന്നത് കിച്ചണിലെ കാര്യം ഓടി വന്നത്, പിന്നെ കിച്ചണിൽ നിങ്ങൾക്ക് ഇനി സങ്കടമാണെന്ന് ചെയ്യാൻ മൗനമായിരുന്നത്. നോക്കി, ആദ്യം എൻ്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്, എൻ്റെ ശുശ്രൂഷയല്ല, എൻ്റെ യാഗമല്ല ദൈവം നോക്കുന്നത്, എൻ്റെ ഹൃദയ മനോഭാവമാണ് നോക്കുന്നത്. ആണോ നിങ്ങൾക്ക്? ഞാൻ ഇതിലേക്ക് പോയാൽ ഒരുപാട് സമയം പോകും, അതുകൊണ്ടാണ് പഴയ നിയമമൊക്കെ എടുത്ത് ഓരോന്നും വ്യാഖ്യാനിച്ചെടുക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്യം, ദൈവം ഹാബേലിലും ആദ്യം ദൈവം പ്രസാദിക്കുന്നത് എൻ്റെ ഹൃദയത്തോടാണ്, എന്നിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അതിനുശേഷമാണ് എൻ്റെ മിനിസ്ട്രി, എൻ്റെ യാഗങ്ങൾ, എൻ്റെ ദശാംശം, എൻ്റെ എന്നും ദൈവം പ്രസാദിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്. മനസ്സിലാവുന്നു? എന്നിൽ പ്രസാദിക്കണം ആദ്യം, എൻ്റെ ഹൃദയത്തിൽ. എൻ്റെ ചിന്തകൾ, എൻ്റെ നിരൂപണങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, ചിന്തയുള്ള അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. എന്തിനു വേണ്ടി, എന്ത് മനോഭാവത്തിൽ നീ വന്നിരിക്കുന്നു, എന്ത് മനോഭാവത്തിൽ നീ ചെയ്തിരിക്കുന്നു. കായ് എന്നറിയാമോ? കായിൽ ദൈവം പ്രസാദിച്ചില്ല, അവൻ്റെ ഹൃദയത്തിൽ പ്രസാദിച്ചില്ല. അതാണ് മെയിൻ കാര്യം. രണ്ടാമത്തെ കായിൻ്റെ പ്രശ്നം, അവൻ കൊണ്ടുവന്നത് കുറേ പച്ചക്കറിയും, അതെ, ചീഞ്ഞ പച്ചക്കറിയല്ല കേട്ടോ, നല്ല പച്ചക്കറി കൊണ്ടുവന്നത് പുള്ളിക്കാരൻ, ഫ്രഷ് സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, പക്ഷേ അതിൽ എന്തില്ലെന്നറിയാമോ? അതിൽ പാപം എങ്ങനെയാണ് മായ്ച്ചു കളയേണ്ടത്? രക്തം ചീന്താതെ പാപത്തിന് ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന് അടിസ്ഥാന വചനമാണ്. സങ്കീർത്തനം 50-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നു, യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവരെ എൻ്റെ അടുക്കൽ കൂടി വരുവേൻ. പഴനി ഭക്തന്മാരെ വിളിക്കുക, യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവർ. ഈ യാഗം ചെയ്യുമ്പോൾ അവർ പാപത്തിന് വിമോചനത്തിന് വേണ്ടിയുള്ള രക്തത്തിൻ്റെ, യേശുവിൻ്റെ ക്രൂശ് മരണത്തെ അവർ ഓർക്കുകയാണ്. ആണോ അല്ലയോ? യെസ്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വേണോ നമുക്ക് സെക്ഷനിൽ? എല്ലാവർക്കും ക്ഷീണമുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഏറ്റവും കുറഞ്ഞ കറിയാണ്, ടേസ്റ്റുള്ള കറി കൂട്ടിയാലുണ്ടല്ലോ ഇത്തിരിയും കൂടി നമുക്ക് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണ്. ഓക്കെ, ഈ വാക്യം വായിക്കുമ്പോൾ 3:22 അല്ലേ? യോഹന്നാൻ 3:22, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചുവെന്ന് നാം അറിയുന്നു. നാം അവൻ്റെ ഇഷ്ടപ്രകാരം എല്ലാത്തിനും, ഇപ്പോൾ ഹാബേൽ ആ രക്തത്താലുള്ള ഒരു യാഗം കഴിച്ചത് ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമാണ്. വരാനിരിക്കുന്ന യേശുവിൻ്റെ നിഴലാണ് അവൻ ചെയ്തത്. മറ്റേ പുള്ളിക്കാരൻ പച്ചക്കറിയാണ് കൊണ്ടുവന്നത് അല്ലേ? പക്ഷേ ഇത് രണ്ടിനും മുമ്പിലും ഈ ഹാബേലിൻ്റെ യാഗത്തെ ദൈവം പ്രസാദിച്ചതിന് മുമ്പ് തന്നെ അവനാദ്യം ദൈവം ഹാബേലിൽ പ്രസാദിച്ചു. അതാണ് മെയിൻ. അവിടെയാണ് നമുക്ക് ആവശ്യം. ദൈവം ആദ്യം പ്രസാദിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിലായിരിക്കണം, എന്നോടായിരിക്കണം. അങ്ങനെയെങ്കിൽ ആരോടെങ്കിലും ഭിന്നതയോ കയ്പോ വിദ്വേഷമോ പിണക്കമോ പരിഭവമോ നീരസമോ വെച്ചോണ്ടിരുന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? ഇല്ല. അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. അവൻ കുരുടനാകുന്നു, എവിടേക്ക് പോകുന്ന അറിയുന്നില്ല. നമുക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ആരോടും പരിവം വെക്കരുത്. ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടെന്ന ആൾക്കാർ പാപം ചെയ്ത് നമ്മെ വിട്ട് പോയിട്ടുണ്ടാകാം. പക്ഷേ എത്ര പോയാലും അവൻ മടങ്ങി വരുന്നുവെങ്കിൽ നമുക്ക് വെറുക്കാൻ നമുക്ക് അനുവാദമില്ല. ഒരിക്കൽ പോലും
ക്രിസ്തു സ്നേഹിച്ച സ്നേഹമാണ് നമ്മൾ തികയേണ്ടത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാവണം നിങ്ങൾക്ക്. ഹല്ലേലൂയ. എത്ര വലിയ നമ്മളോട് ദേഷിച്ചു പോയാലും ഉപദ്രവിക്കുവാൻ, അവരെ മാറ്റി നിർത്തുവാൻ നമുക്ക് അനുവാദമില്ല എന്ന സത്യം തിരിച്ചറിയണം നിങ്ങൾ. നമ്മുടെ മിനിസ്ട്രി വളരണോ, നമ്മുടെ അതീവമുള്ള ബന്ധം വളരണമോ എങ്കിൽ ഇത് നിങ്ങൾ കുറിച്ചിട്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ. ഇന്നു മുതൽ ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിരിക്കും. കാരണം അതുകൊണ്ടാണ് ദൈവം ക്രിസ്തുവിൽ നമ്മെ എങ്ങനെ സ്നേഹിച്ചു, നാം പാപികളായിരിക്കെ തന്നെ നമ്മെ സ്നേഹിച്ച സ്നേഹം. മനസ്സാവുന്നുണ്ടോ? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ സ്നേഹിച്ച സ്നേഹമാണ്. ആ സ്നേഹം നമ്മോട് ദേഷിക്കുന്നവർ, നമ്മൾ ഭിന്നിച്ചിരിക്കുന്നവർ ആരുമാകട്ടെ, അവർ പോയാൽ പോലും അവരെ നാം സ്നേഹിക്കുവാനുള്ള മനസ്സ് നമുക്ക് ആവശ്യമാണ്. ഈ സ്നേഹം നമ്മൾ തികയുന്നില്ലെങ്കിൽ ഓർത്താൽ മതി, മരണം നമ്മളിൽ വാണു തുടങ്ങി. ആണില്ലയോ? അന്യോന്യം സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് ദുഷ്ടനെയാണെങ്കിലും, അത് എത്ര വലിയ അകന്നിരിക്കുന്നവനെയാണെങ്കിലും, എത്ര വലിയ നമ്മുടെ ഇഷ്ടത്തോട് നമ്മളോട് പെടുന്നില്ലെങ്കിൽ പോലും നമ്മൾ അവനെ സ്നേഹിച്ചേ മതിയാകത്തുള്ളൂ. കാരണം ദൈവം ആദ്യം പ്രസാദിക്കുന്നത് യാഗത്തിലല്ല, എന്നിലാണ്. മനസ്സിലാവുക? ഞാൻ ഈ വാക്ക് ഇത് മാത്രം എടുക്കാൻ വേണ്ടി ഞാൻ വേറെ ക്ലാസ് വരുമ്പോൾ എടുത്തോളാം പിന്നീട്. ഞാൻ ഇത് മാത്രം എടുക്കുകയാണ്. ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. വാക്യം ഹാബേലിൽ, കായീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ആദ്യം പ്രസാദിക്കുന്നത് എന്നിലായിരിക്കണം. എന്നിൽ പ്രസാദിച്ചാൽ മാത്രമേ ദൈവത്തിന് എന്നിലൂടെ ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ആരോടും പരുവമില്ലാത്ത, വഴക്കില്ലാത്ത, പിണക്കമില്ലാത്ത, ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന മനോഭാവത്തോടെ നാം ജീവിച്ചേ മതിയാകൂ. ക്ലിയർ ആണോ ഇല്ലയോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമുക്ക് ജഡ്ജ്മെൻറ്റ്, നമ്മുടെ ന്യായവിധിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. നാം നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? വെള്ളസിംഹാസന ന്യായവിധിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അവിടെ നിൽക്കുന്ന രണ്ട് കൂട്ടരാ. ഒന്ന് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ. ഒരുപാട് പുസ്തകമുണ്ട്. ജീവൻ്റെ പുസ്തകമുണ്ട്, കുഞ്ഞാടിൻ്റെ ജീവൻ്റെ പുസ്തകമുണ്ട്, അല്ലേ? സ്മരണയുടെ പുസ്തകമുണ്ട്, യഹോവയുടെ പുസ്തകമുണ്ട്. ഒട്ടനവധി പുസ്തകങ്ങൾ നമുക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയും. നമുക്കതൊക്കെ ഇതൊക്കെ ഓരോന്നിനും അർത്ഥങ്ങളുണ്ട്. ഓരോ പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പുകാർ തന്നെയാണ്. അതല്ല ഓക്കെ, ഞാൻ വിട്ടുപോകുക. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഒരു നിമിഷം നമ്മൾ കണ്ണടക്കി അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്ക് അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി വെച്ചാലും നമുക്ക് ഇനി ക്ലാസ്സുകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഡെലിവറൻസിനെ കുറിച്ച് അടുത്ത മാസം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇന്ന് അടുത്ത സെക്ഷനിൽ കൂടി കൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൻ്റെ കുറച്ച് അവസാനിപ്പിക്കും.